അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം ഉറപ്പാക്കണമെങ്കിൽ പാപങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും വലിയ പാപമാണ് ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി തന്ന ബഹുദൈവത്വം അഥവാ ഷിർക്ക് എന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് അത് മഹാ അപരാധമാണ്, വലിയ അക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു സഹാബത്തിനോട്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? 3 പ്രാവശ്യം ആവർത്തിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും സ്വഹാബത്ത് അറിയിച്ചു തന്നാലും എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അൽ ഇശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. അതേപോലെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅ്ളം, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവന് സമന്മാരെ സങ്കല്പിക്കലാണ് എന്നാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഗൗരവം ഉണർത്തുന്ന നിരവധി വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേർക്കുക എന്നത് ഒരിക്കലും പൊറുക്കാത്ത അപരാധമാണ്. അതേപോലെ ഷിർക്കുമായി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ സകലമാന സൽക്കർമ്മങ്ങളും നിഷ്ഫലമാകും, തകർന്നടിയും എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്രകാരം തന്നെ ഷിർക്കുമായി മരിച്ചു പോകുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നും ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ആ ഷിർക്ക് എന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? പങ്കുചേർക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥമെങ്കിലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യമുള്ള വിഷയമാണത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഖസായിസുകൾ അഥവാ അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകതകൾ, അതിൽ മറ്റൊരാളെ സങ്കല്പിക്കലാണ്, പങ്കുചേർക്കലാണ്, അള്ളാഹുവിലേക്ക് സമന്മാരെ ചേർക്കലാണ്. അള്ളാഹു ചെയ്യുന്ന അവൻ്റെ അഫ്ആലുകളുണ്ട്, പ്രവർത്തികളുണ്ട്, അതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, റിസ്ക് നൽകുന്നത്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും സർവ്വചരാചരങ്ങളെയും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ്, ഇതിലൊക്കെ ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ പങ്കുചേർക്കലാണ്. തൗഹീദുർ റുബൂബിയ്യത്തിൽ അയാളിൽ ശിർക്ക് സംഭവിക്കുകയാണ് ആ വിശ്വാസത്തിലൂടെ ചെയ്യുന്നത്. അതേപോലെ അള്ളാഹുവിന് മാത്രമായ അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അവനെപ്പോലെ ആരും ആ വിശേഷണങ്ങളിലും നാമങ്ങളിലും തുല്യരല്ല, പങ്കുകാരല്ല. അതുകൊണ്ട് അവൻ്റെ സവിശേഷമായ ആ പ്രത്യേകതകളും നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ ഔന്നത്യത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവന് മാത്രമേയുള്ളൂ. അള്ളാഹു കാണുന്നത് പോലെ കാണാൻ, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ, അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും, ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ഷിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദ് അവിടെ തെളിയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തൊരു തലം അള്ളാഹുവിൻ്റെ ഹക്കുകളിൽ അഥവാ പടച്ചറബിന് മാത്രം അവകാശപ്പെട്ട അവകാശങ്ങളിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക എന്നതാണ് തൗഹീദിൻ്റെ ഭാഗം അഥവാ പങ്കുചേർക്കൽ ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അടിമകളായ സൃഷ്ടികളായ നാം സമർപ്പിക്കുന്ന ആരാധനകൾ, ഇബാദത്തുകൾ. അത് അള്ളാഹു അല്ലാത്ത ആർക്കും സമർപ്പിച്ചുകൂടാ. മലക്കുകൾക്കാണെങ്കിലും ജിന്നുകൾക്കാണെങ്കിലും അമ്പിയാക്കന്മാർക്കാണെങ്കിലും ഔലിയാക്കന്മാർക്കാണെങ്കിലും ആർക്കും അത് സമർപ്പിച്ചുകൂടാ. ഇബാദത്തിൻ്റെ യാതൊന്നും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടുള്ളതല്ല എന്നർത്ഥം. നമ്മൾ നടത്തുന്ന ദുആ, സഹായതേട്ടം, നേർച്ച, വഴിപാടുകൾ തുടങ്ങി നമ്മൾ ചെയ്ത് ബാക്കിയെല്ലാം സമർപ്പിക്കുന്ന ബരമേൽപ്പിക്കൽ അഥവാ തവക്കുൽ, ബലികർമ്മം, അതേപോലെ റുക്കൂഉം സുജൂദും തുടങ്ങി ആരാധനയുടെ എന്തെല്ലാം ഉണ്ടോ അത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത്. വലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ, അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കുക, അതിലൂടെ
നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുക എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ തൗഹീദിനെ മനസ്സിലാക്കി ശിർക്കിന്റെ അപകടങ്ങളും ഗൗരവങ്ങളും തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.